ബംഗാളിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൂടുതൽ കേന്ദ്ര പോലീസ് സേനയെ ഇ.ഡിക്കൊപ്പം നിയോഗിക്കും. റേഷൻ അഴിമതിയിൽ മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇ.ഡി. ആക്രമണത്തിൽ പശ്ചിമബംഗാൾ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്രം ഉടൻ ഇടപെടണമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും സംസ്ഥാന BJP ആവശ്യപ്പെട്ടിരിക്കുന്നു. അച്യുതൻ വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണോ അവർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്? നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി പശ്ചിമബംഗാളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇഡിക്കെതിരെയുണ്ടായ ആക്രമണത്തെ ഗൗരവകരമായാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് ഈ സംസ്ഥാനത്ത് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് കൂടുതൽ കേന്ദ്ര പോലീസ് സേനയുടെ സഹായം ഉറപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. പരിശോധനകൾക്ക് കേന്ദ്ര പോലീസ് സേനയുടെ സഹായം ഇവർക്കായി ലഭിക്കും. ഇന്നലെ കേന്ദ്ര പോലീസ് സേന ഉണ്ടായിരുന്നുവെങ്കിലും ഈ 800-ലധികം ആളുകളായിരുന്നു പ്രതിഷേധവുമായി അക്രമവുമായി ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ പാഞ്ഞെടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സേന അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തേടിയിട്ടുണ്ട്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് DGP-യോടും ചീഫ് സെക്രട്ടറിയോടും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയോടും ഹാജരാകുവാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും ഉദ്യോഗസ്ഥർ ഹാജരായിട്ടില്ല. വിഷയത്തെ ഗൗരവകരമായാണ് നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ഈ നടപടിയും ഈ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും ശക്തമാക്കിയിരിക്കുന്നു. ഇന്നലത്തെ ഈ ബോൺഗാവ് മുൻ മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ടുള്ള ശങ്കർ ആധിയെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തുന്ന അതേ സമയത്തായിരുന്നു ശങ്കർ ആധിയുടെ വസതിയിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടന്നത്. എന്തായാലും ആ പരിശോധനകൾക്കൊടുവിലായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളാണ് സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. കോൺഗ്രസും BJP-യും അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിച്ചത്. കോൺഗ്രസ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാനം പാടെ തകർന്നു എന്നുള്ളതാണ്. ഇന്ന് ആക്രമിക്കാൻ മുതിർന്നവർ നാളെ കൊല്ലാൻ മടിക്കില്ല എന്നുള്ളതായിരുന്നു അധിർ രഞ്ജൻ ചൗധരി ഉന്നയിച്ച രൂക്ഷ വിമർശനം. BJP പറഞ്ഞത് ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച മമത ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് BJP ഉയർത്തുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്നും കോൺഗ്രസ് BJP ആരോപണങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. എത്രയും വേഗം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സമ്മർദ്ദം ഉടലെടുത്തതോടെ പശ്ചിമ ബംഗാൾ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ ഇത് കൂടുതൽ രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്ക് മാറുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി സംസ്ഥാന BJP രംഗത്ത് വന്നിരിക്കുന്നു. മമതയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇപ്പോൾ രംഗത്തുള്ളത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് സംസ്ഥാന BJP-യുടെ ആവശ്യം. അതിന്റെ വിശദാംശങ്ങളാണ് അച്യുതൻ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.